IPL ചാമ്പ്യന്മാരെ ഇന്നറിയാം. IPL ഫൈനൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈയിലാണ് മത്സരം. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് ഇപ്പോൾ ചേരുന്നുണ്ട്. അനിൽ, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എത്രത്തോളം കളിയാവേശം അവിടെ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, IPL കലാശപ്പോര് തുടങ്ങാൻ ഇനി 2 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. 7:30 മത്സരം. ചെന്നൈ ചെപ്പോക്കിലാണ് മത്സരം. സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. കാണികളെ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 6 മണിക്കാണ് ഈ ക്ലോസിംഗ് സെറിമണി തുടങ്ങുക. 6 മണിക്ക് തുടങ്ങുന്ന ക്ലോസിംഗ് സെറിമണിക്ക് ശേഷം 7 മണിക്ക് ടോസ് ഇടും. 7:30 മത്സരം ആരംഭിക്കുക. പതിവായി ഇവിടെ കാണുന്ന വലിയ തിക്കും തിരക്കും ഒന്നുമില്ലെങ്കിൽ പോലും ഇപ്പോൾ SRHൻ്റെയും അതുപോലെ തന്നെ KKRൻ്റെ അടക്കം ആരാധകർ കുറച്ചുപേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കുറച്ച് ആരാധകർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ മുമ്പൊക്കെ ചെന്നൈയുടെ മത്സരത്തിനൊക്കെ വരുമ്പോൾ ഉച്ചയ്ക്ക് 2 മണി മുതൽ തന്നെ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നതാണ്. പക്ഷേ ഇത്തവണ അത്ര തിരക്കൊന്നും തന്നെ ഇല്ല എന്ന്. SRH is going to win the cup. Captain. ഓക്കെ, ഈ പറഞ്ഞ പോലെ SRHൻ്റെ ആരാധകരാണ് ഇവരുള്ളത്. ഇത്തവണ കപ്പെടുക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. KKR 3ാം കിരീടം ലക്ഷ്യമിട്ടെത്തുമ്പോൾ 2ാം കിരീടമാണ് SRHൻ്റെ ഹൈദരാബാദിൻ്റെ ലക്ഷ്യം. ഈ ടീമുകൾ നേർക്കുനേർ വന്ന ഈ സീസണിൽ 2 മത്സരങ്ങളും ജയം കൊൽക്കത്തയ്ക്കായിരുന്നു. ആദ്യം ലീഗ് ഘട്ടത്തിലും പിന്നീട് ക്വാളിഫയർ 1 മത്സരത്തിലും ജയം കൊൽക്കത്തയ്ക്കായിരുന്നു. പക്ഷേ ആ സ്ഥിതിയൊക്കെ മാറി ഇന്ന് ആര് ജയിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനം. 2 ടീമുകളും ശക്തി നോക്കുകയാണെങ്കിൽ ഒരുപോലെ കരുത്തരായ ടീമുകളാണ്. 2 ടീമുകൾക്കും വലിയ ഉഗ്രൻ തുടക്കം നൽകുന്ന ഓപ്പണർമാരുണ്ട്, വമ്പനടിക്കാരായ ഫിനിഷർമാരുണ്ട്, തീപ്പൊരി പേസർമാരുണ്ട്, നല്ല സ്പിന്നേഴ്സും ഉണ്ട്. അപ്പോൾ തുല്യ ശക്തികൾ എന്ന് തന്നെ വേണമെങ്കിൽ ഈ മത്സരത്തെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഒരു ഉശിരം പോരാട്ടം തന്നെ നമുക്ക് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ ചൂടായിരുന്നു ചെന്നൈയിൽ, അതുകൊണ്ട് തന്നെ കാണികൾ എത്താൻ വലിയ താമസമുണ്ടായിരുന്നു. ഇപ്പോൾ ആരാധകർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേഡിയം നിറയുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ശരി, അനിൽ വാസുദേവാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.